വെസ്റ്റേൺ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര വാർത്തയുണ്ട്. ഒരു പദാർത്ഥത്തെ ഗവേഷകർ സമയത്തിൻ്റെ പിന്നിലേക്ക് അയച്ചിരിക്കുന്നു. അതായത് ഒരു പദാർത്ഥത്തെ ടൈം ട്രാവൽ ചെയ്യിപ്പിച്ചിരിക്കുന്നു. 2024 മാർച്ച് മാസത്തിൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന CTC അല്ലെങ്കിൽ ക്ലോസ്ഡ് ടൈം ലൈക്ക് കർവ്സ് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രബന്ധം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ എക്സ്പെരിമെൻ്റ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ്. ശരിക്കും ഇവിടെ ടൈം ട്രാവൽ നടന്നിട്ടുണ്ടോ? എന്താണ് ആ ശാസ്ത്ര പ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്നത്? ഞാൻ ആ പ്രബന്ധം വിശദമായി തന്നെ പരിശോധിക്കുകയുണ്ടായി. വളരെ മികച്ച ഒരു പ്രബന്ധം തന്നെയാണ്. ശാസ്ത്ര മേഖലയ്ക്ക് വലിയൊരു കോൺട്രിബ്യൂഷനാണ് അത് നൽകുന്നത്. പക്ഷേ പ്രചരിക്കുന്ന വാർത്ത ശരിയായിട്ടുള്ളതാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം നമുക്കൊന്ന് എടുക്കാം. പദാർത്ഥത്തിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു സമയത്ത് ഒരു പദാർത്ഥത്തിന് ഒരൊറ്റ പൊസിഷനിൽ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ക്വാണ്ടം പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന് ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ നിൽക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ പറയുന്നത് ക്വാണ്ടം പാർട്ടിക്കിളിനെ കുറിച്ചല്ല, ഇവിടെ പറയുന്നത് പാർട്ടിക്കിളിനെ കുറിച്ചാണ്. പാർട്ടിക്കിൾ ഒരു പേനയാണെന്ന് കരുതുക. ഇതൊരു പേനയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ പേന എൻ്റെ ഈ കയ്യിലായിരുന്നു എന്ന് സങ്കല്പിക്കുക. 10:05 ആയപ്പോൾ ഞാൻ ഈ പേന എൻ്റെ ഈ ഒരു കയ്യിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 10 മണിക്ക് ഇവിടെ ആയിരുന്നു, 10:05 ഇവിടെ ആയിരുന്നു. 10:05 ഇവിടെ ഇരിക്കുന്ന ഈ പേനയിൽ ഈ പറഞ്ഞതുപോലുള്ള ഒരു ടൈം ട്രാവലിംഗ് നടത്തുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും ഈ പേന ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. ഇവിടെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും അതിന് വരാം. പക്ഷേ 10 മണി എന്ന് പറയുന്ന സമയത്ത് ഈ പേന ഇവിടെ ഉണ്ട്. അതിന് പുറമെ ഈ പേന തന്നെ ഇതേ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പേനയുള്ള അതേ സമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു പേനയുണ്ട്, അതിന് പുറമെ അതേ പേന തന്നെ അവിടെ ഉണ്ട്. അതായത് ഒരേ സമയത്ത് തന്നെ ഒരു പേന 2 സ്ഥലങ്ങളിലായിട്ട് നിൽക്കുകയാണ്. അത് തികച്ചും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിലവിലുള്ള നമ്മുടെ തിയറികളുടെ അടിസ്ഥാനത്തിൽ. വെറുതെ ഞാൻ ഊഹിച്ചു പറയുന്ന കാര്യമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ശാസ്ത്ര തിയറി തന്നെയുണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ്. ആ പേര് കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ലഘുവായ ഭാഷയിൽ തന്നെ എന്താണ് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നമുക്ക് പറയാം. ഒരു വസ്തു, അതൊരു ഗ്ലാസ് ആയിട്ട് സങ്കല്പിക്കുക. ഒരു ഗ്ലാസ്, കുപ്പി ഗ്ലാസ് ആണ്. ആ കുപ്പി ഗ്ലാസ് നിലത്തേക്ക് വീഴുകയാണെന്ന് കരുതുക. നിലത്ത് വീണാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അത് പല കഷ്ണങ്ങളായിട്ട് ചിന്നി ചിതറുന്നതാണ്. ഇതാണ് എൻട്രോപ്പി. ആദ്യമുണ്ടായിരുന്ന ആ ഗ്ലാസിൻ്റെ സമയത്ത്, അതായത് അത് പൊട്ടുന്നതിന് മുൻപുള്ള ആ ഗ്ലാസ്സിൽ എൻട്രോപ്പി പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറയാം. അതായത് അത് കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് അതിലുള്ള പദാർത്ഥങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത്. എന്നാൽ ആ ഗ്ലാസ് നിലത്തേക്ക് വീണ് പല കഷ്ണങ്ങളായി മാറുന്ന ആ സമയത്ത് അവിടെ എൻട്രോപ്പി വർദ്ധിക്കുകയാണ്. അതായത് അവിടെ ഡിസോർഡർനെസ് വർദ്ധിക്കുകയാണ്. അലങ്കോലക്കെട്ട് കിടക്കുക എന്ന് നമുക്ക് പറയാം ലഘുവായ ഭാഷയിൽ. അലങ്കോലപ്പെടുന്നത് ഒരിക്കലും പിന്നിലേക്ക് ആ അലങ്കോലം കുറഞ്ഞു പോകുന്നതല്ല. ഗ്ലാസ് നിലത്തേക്ക് വീണ് പല കഷ്ണങ്ങളായിട്ട് മാറി, അത് പൂർണ്ണമായിട്ടും അലങ്കോലപ്പെട്ട് അവിടെ എൻട്രോപ്പി ഒരു വലിയ സംഖ്യയായിട്ട് വളർന്നു നിൽക്കുകയാണ്. അത് വളരുക മാത്രമേ ചെയ്യുകയുള്ളൂ. ചിലപ്പോൾ നിശ്ചലമായിട്ട് നിൽക്കുമായിരിക്കും, പിന്നെയും അത് വളരുക മാത്രമാണ് ചെയ്യുന്നത്. ആ കഷ്ണങ്ങളെ നമുക്ക് വീണ്ടും പൊടിക്കാൻ പറ്റും. അപ്പോൾ എൻട്രോപ്പി പിന്നെയും വർദ്ധിക്കുകയാണ്, അല്ലാതെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നതല്ല. ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഈ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഞാൻ എടുക്കാൻ പോകുന്നത് 2 കുപ്പി ഗ്ലാസ്സുകളാണ്. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ആയതുകൊണ്ടാണ് കുപ്പി ഗ്ലാസ് എടുക്കുന്നത്. കുപ്പി ഗ്ലാസ് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു കുപ്പി ഗ്ലാസിൻ്റെ പകുതിയോളം ഞാൻ പാൽ എടുത്തിട്ടുണ്ട്. വെള്ള നിറമാണല്ലോ പാലിന്. മറ്റേ ഗ്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത് തേയില വെള്ളം അല്ലെങ്കിൽ കട്ടൻ ചായയാണ്. അതും പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കട്ടൻ ചായയുടെ നിറം നിങ്ങൾക്കറിയാം, ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ അവിടെ ഒരു റെഡിഷ് ബ്രൗൺ നിറം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ, ഒരു ഗ്ലാസ്സിൽ നല്ല പാലാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എൻട്രോപ്പി 0ആണ്, ശൂന്യതയിലാണ്. ഇത് രണ്ടും കൂടെ കലരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ഡിസോർഡർനെസ് ഉണ്ടാകുന്നത്. ഞാൻ പതിയെ ഈ കട്ടൻ ചായ ഞാൻ ആ പാലിലേക്ക് ഒഴിക്കുകയാണ്. പതിയാണ് ഒഴിക്കുന്നത്. പതിയെ ഒഴിക്കുമ്പോൾ താഴെയുള്ള ആ പാൽ ഗ്ലാസ്സിലെ പാലിൻ്റെ നിറം പതിയെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം കട്ടൻ ചായയിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് പാലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലിലുള്ള ആ മോളിക്യൂൾസുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ
ഒരു അലങ്കോലപ്പെടലാണ് സംഭവിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നത് പാലിൻ്റെ മോളിക്യൂൾസ് മാത്രമായിരുന്നു. എന്നാൽ അവിടേക്ക് ഇപ്പോൾ കട്ടൻ ചായയുടെ മോളിക്യൂൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടി കലർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അലങ്കോലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം കഴിയും തോറും ആ അലങ്കോലപ്പെടൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻട്രോപ്പി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ കട്ടൻ ചായ പൂർണ്ണമായിട്ടും തീരുമ്പോൾ ഇപ്പുറത്തുള്ള പാല് പൂർണ്ണമായിട്ടും പാൽ ചായയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് എൻട്രോപ്പി. ഇതാണ് രണ്ടാം നിയമം തെർമോഡൈനാമിക്സിൻ്റെ. ഇത് ഒരിക്കലും പിന്നിലേക്ക് പോകുന്നതല്ല. ഈ പാലിപ്പോൾ ചായ ആയി മാറിയിരിക്കുന്നത് ഇനി ഒരിക്കലും പാലായിട്ടും കട്ടൻ ചായ ആയിട്ടും മാറുന്നതല്ല. എൻട്രോപ്പി നിശ്ചലമായിട്ട് നിൽക്കും. അത് വർദ്ധിക്കാതെയും കുറയാതെയും നിൽക്കുന്നതാണ്. അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അത് പിന്നിലേക്ക് പോവുക അല്ലെങ്കിൽ കുറയുക എന്നുള്ളത് ഇല്ല. അതാണ് ടൈം ട്രാവലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു പദാർത്ഥത്തെ ഈ ഒരു നിയമം അനുസരിച്ച് നമുക്ക് മറ്റൊരു ടൈമിലേക്ക്, പിന്നിലുള്ള ടൈമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിലവിലുള്ള നമ്മുടെ തിയറികളുടെ അടിസ്ഥാനത്തിൽ. അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ തെളിയിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു നിയമം തന്നെയാണത്. പിന്നെ എന്താണ് 2024 മാർച്ച് മാസത്തിൽ പബ്ലിഷ് ചെയ്തു വന്ന ആ ശാസ്ത്ര പ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്നത്? അവരെന്താണ് ശരിക്കും തെളിയിച്ചത്? ജനറൽ റിലേറ്റിവിറ്റി തിയറിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന CTC തിയറി ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻ്റ് അവർ കണ്ടക്ട് ചെയ്തതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്താണ് അവർ ഇൻസ്പയർ ചെയ്തത്? എന്താണ് ശരിക്കും CTC തിയറി? CTC തിയറി പറയുന്നത് പ്രകാശത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പദാർത്ഥം കുറേ അധികം സമയം കഴിയുമ്പോൾ അതിൻ്റെ പൂർവ്വ പൊസിഷനിലേക്ക്, അതായത് അതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക്, പഴയ പൊസിഷനിലേക്ക് മടങ്ങി എത്തിച്ചേരുമെന്നാണ്. അത് വീണ്ടും സൈക്ലിക്കായിട്ട് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് CTC തിയറിയിലൂടെ പറയുന്നു. ഇതേ CTC തിയറിയുടെ അടിസ്ഥാനത്തിലാണ് വേം ഹോളുകൾ പോലുള്ള കോൺസെപ്റ്റുകൾ വരുന്നത്. വേം ഹോൾ തന്നെയാണ് ടൈം ട്രാവലിൻ്റെ ആധാരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യമായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് ഗവേഷകർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ CTC തിയറി മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് ഫിസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവേഷകർ ഇത് ഏറ്റെടുത്തിട്ടുമില്ല. പക്ഷേ അതിനെ ആധാരമാക്കി അല്ലെങ്കിൽ അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ ഗവേഷകർ ഇപ്പോൾ പുതിയൊരു കണ്ടെത്തൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ആ കണ്ടെത്തൽ എന്താണെന്ന് നമുക്കിനി പറയാം. അതിനുശേഷം എങ്ങനെയാണ് ഐൻസ്റ്റീൻ്റെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു തിയറി ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് കൂടി പരാമർശിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കണ്ടെത്തൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അതിൻ്റെ അർത്ഥം നിലവിലുള്ള കമ്പ്യൂട്ടറുകളൊക്കെ മാറി ഭാവിയിൽ നമ്മളെല്ലാവരും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുമെന്നല്ല. ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വ്യത്യസ്തമാണ്. കമ്പ്യൂട്ടർ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പല എക്സ്പെരിമെൻറ്റുകളും നടപ്പിലാക്കാൻ സാധ്യമാകുന്നതാണ്. നിലവിലുള്ള മെഷീനുകൾക്കൊന്നും സാധ്യമാകാത്തത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും മറ്റും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ പുതിയ മികച്ച മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പല ഗവേഷണങ്ങളും നടത്താൻ സാധിക്കുന്നതാണ്. നമ്മുടെ സാങ്കേതിക വിദ്യ മൊത്തത്തിൽ മാറ്റി എഴുതാൻ പോലും ഇതിന് സാധ്യമാകുന്നതാണ്. സാധാരണ നമ്മുടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. 1ഉം 0ഉം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയാണ്. 1ഉണ്ട്, 0ഉണ്ട്. 1ഉം 0ഉം പല മിക്സ്ചറായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കമ്പ്യൂട്ടറുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. മെഷീന് മനസ്സിലാകുന്നത് ആ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ. അതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ സംഭവിക്കുന്നത്. അതേസമയം ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ അവിടെ 1ഉം 0ഉം മാത്രമല്ല, മൂന്നാമതായിട്ട് മറ്റൊരു സ്റ്റേറ്റ് കൂടിയുണ്ട്. അത് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ആണ്. 1ഉണ്ട്, 0ഉണ്ട്, മൂന്നാമതായിട്ട് 1ഉം 0ഉം ഒരുപോലെ തന്നെ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൂടുതൽ വേഗതയിൽ പ്രവർത്തിക്കാൻ സാധ്യമാകുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്സ് ഒക്കെ സോൾവ് ചെയ്യാനും സാധ്യമാകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ മൂന്നാമത്തെ സ്റ്റേറ്റിൻ്റെ ചില പ്രോപ്പർട്ടികളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂ എത്രമാത്രം കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഉദാഹരണത്തിന് നമുക്കൊരു ക്ലോക്ക് എടുക്കാം. ഈ ലോകത്ത് ഒരു ക്ലോക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ഡയറക്ഷനൊക്കെ അനുസരിച്ച് നമുക്ക് സമയം നോക്കാൻ അറിയുകയില്ലെന്നും കരുതുക.
ആ ക്ലോക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? മറ്റൊരു ക്ലോക്കോ വാച്ചോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് സമയം കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കുമായിരുന്നു. അതൊന്നുമില്ലെങ്കിൽ ആ ക്ലോക്ക് കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ക്ലോക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ക്ലോക്കിൻ്റെ ഉള്ളിൽ ഗിയറുകളുണ്ട്. ആ ഗിയറുകൾക്കുള്ളിൽ പല്ലുകളുണ്ട്. ആ പല്ലുകൾ കൃത്യമായിട്ടുള്ളൊരു സമയത്തിൽ ഇടവേളയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനങ്ങൾ കാരണമാണ് സൂചികൾ ചലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി കൃത്യമാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ക്വാണ്ടം ബിറ്റ്സ് അല്ലെങ്കിൽ ക്യൂബിറ്റ്സിൻ്റെ പ്രോപ്പർട്ടിയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതറിഞ്ഞാൽ മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂസ് കൃത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ നേരിടുന്ന വലിയൊരു വെല്ലുവിളി ഈ ഒരു ആക്യുറസി തന്നെയാണ്. അതിന് വലിയൊരു പരിഹാരമാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ സൂപ്പർ പൊസിഷൻ്റെ മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രോപ്പർട്ടികളെക്കുറിച്ച് പറഞ്ഞല്ലോ. കുറേയധികം പ്രോപ്പർട്ടികളുണ്ട്. നമുക്ക് മനസ്സിലാക്കാനായിട്ട്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ അതിലെ ഒരു സ്വഭാവം എടുക്കാം. സ്പിന്നിങ് എന്ന് പറയുന്ന ഒരു സ്വഭാവം. പന്ത് സ്പിൻ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ക്രിക്കറ്റിലൊക്കെ സ്പിന്നേഴ്സ് ഉണ്ട്, പന്ത് സ്പിൻ ചെയ്യിക്കാൻ സാധിക്കുന്ന ആളുകൾ. അപ്പോൾ കറങ്ങുന്ന ഒരു വസ്തു, അതായത് ഈ ക്യൂബിറ്റിൻ്റെ ആ മൂന്നാമത്തെ സ്റ്റേറ്റ് അത് കറങ്ങുന്നുണ്ട്. അതിന് നമുക്കൊരു പമ്പരവുമായിട്ടൊക്കെ ഉപമിക്കാം. ഒരു അനാലജിയാണ്, യഥാർത്ഥ എക്സാമ്പിളല്ല, പക്ഷേ ഒരു പമ്പരവുമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ പമ്പരത്തിൻ്റെ കറങ്ങുന്നതിന് ഒരു ഡയറക്ഷനുണ്ട്. പമ്പരം അതിൻ്റെ അച്ചുതണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആക്സിസിന് ചുറ്റുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് ഡയറക്ഷനിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം ഈ ക്യൂബിറ്റിനെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പക്കൽ ഡിക്റ്റേറ്റേഴ്സ് ഉണ്ട്. അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് എത്രമാത്രം കൃത്യമായിട്ടാണ് ഈ വാല്യൂസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഡിക്റ്റേറ്റേഴ്സിനൊരു പ്രശ്നമുണ്ട്. ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഈ ക്യൂബിറ്റുകൾ കറങ്ങുകയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ മെഷർമെൻറ്റിൽ തെറ്റ് സംഭവിക്കും. അപ്പോൾ അത് ഒഴിവാക്കണം. ഒരു പ്രത്യേക ഡയറക്ഷനിൽ കറങ്ങുന്ന ഈ ക്യൂബിറ്റുകളെ ഒഴിവാക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് തരുന്ന ക്യൂബിറ്റുകളെ മാത്രം മെഷർ ചെയ്യണം. പക്ഷേ അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ മെഷർ ചെയ്യാൻ നമുക്ക് സാധ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് സാധ്യമായിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഒരു കുറുക്കുവിദ്യയാണ്. എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ക്യൂബിറ്റിന് പകരം അവർ 2 ക്യൂബിറ്റുകൾ എടുക്കുകയാണ്. ആ 2 ക്യൂബിറ്റുകളുടെ പ്രത്യേകത അത് എൻറ്റാങ്കിൾമെൻറ്റിന് വിധേയമാക്കിയിട്ടുണ്ടെന്നാണ്. എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് ഞാൻ മുമ്പൊക്കെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഐൻസ്റ്റീൻ തന്നെ ഒരു പ്രതിഭാസത്തെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു പ്രേത പ്രതിഭാസമായിട്ട് പോലും ഒരിക്കൽ അദ്ദേഹം കളിയാക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻറ്റാങ്കിൾമെൻറ്റിന് വിധേയമാക്കിയിട്ടുള്ള 2 പദാർത്ഥങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പദാർത്ഥത്തെ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ വെച്ചിട്ട് മറ്റേ പദാർത്ഥത്തെ നമ്മൾ അമേരിക്കയിൽ കൊണ്ടുവച്ചാലും അമേരിക്കയിലിരിക്കുന്ന പദാർത്ഥത്തിന് ഇന്ത്യയിലിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറയാൻ സാധിക്കും. അമേരിക്കയിലിരിക്കുന്ന പാർട്ടിക്കിൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നേരെ വിപരീത ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇന്ത്യയിലിരിക്കുന്ന ക്യൂബിറ്റ് കറങ്ങുക. അതിനുവേണ്ടി ഇന്ത്യയിലിരിക്കുന്ന ക്യൂബിറ്റ് അമേരിക്കയിലുള്ള ക്യൂബിറ്റിലേക്ക് അല്ലെങ്കിൽ പാർട്ടിക്കിളിലേക്ക് എന്തെങ്കിലും സന്ദേശം അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സന്ദേശവും അയച്ചു കൊടുക്കാതെ തന്നെ ഇത് എല്ലായ്പ്പോഴും കൃത്യമായിരിക്കും. അതായത് പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിൽ ഇത് കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ്. ആ ഒരു കോൺസെപ്റ്റ് അവരിവിടേക്ക് ഉപയോഗിക്കുകയാണ്. 2 ക്യൂബിറ്റുകളുണ്ട്. ആ ക്യൂബിറ്റുകളെ മെഷർ ചെയ്യാനായിട്ട് 2 ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നിനെ നമുക്ക് ഡിറ്റക്ടർ എ എന്ന് വിശേഷിപ്പിക്കാം, മറ്റേതിനെ ഡിറ്റക്ടർ ബി എന്ന് വിശേഷിപ്പിക്കാം. ഡിറ്റക്ടർ ബിക്ക് തൊട്ട് മുൻപിലായിട്ട് ഒരു ഫിൽട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ചില സമയങ്ങളിൽ മാത്രം ആ ഡിറ്റക്ടർ ബിയിലേക്ക് ക്യൂബിറ്റുകൾ എത്തിച്ചേരത്തുള്ളൂ, ചില സമയങ്ങളിൽ അത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഡിറ്റക്ടർ എയിൽ നിന്നും ഈ ഒരു ഫിൽട്ടറിലേക്ക് ഒരു കണക്ഷനുണ്ട്. അതായത് ഡിറ്റക്ടർ എ തീരുമാനിക്കുന്ന സമയങ്ങളിൽ മാത്രമേ ആ ഫിൽട്ടർ പ്രവർത്തിക്കുകയുള്ളൂ. ഫിൽട്ടറിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഈ ഡിറ്റക്ടർ എക്ക് സാധിക്കുന്നതാണ്. 2 ക്യൂബിറ്റുകളുണ്ട്. 2ഉം എൻറ്റാങ്കിൾമെൻറ്റിന് വിധേയമാക്കിയിട്ടുള്ള ക്യൂബിറ്റുകളാണ്. ഒരു ക്യൂബിറ്റ് ആദ്യം എത്തിച്ചേരുന്നത് ഈ ഡിറ്റക്ടർ എയിലേക്കാണ്. രണ്ടാമത്തെ ക്യൂബിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് ഡിറ്റക്ടർ ബിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഡിറ്റക്ടർ എയിലേക്ക് ആദ്യം ഒരു ക്യൂബിറ്റ് എത്തിച്ചേരുന്നു. ക്യൂബിറ്റ് എത്തിച്ചേരുന്ന ആ സമയത്ത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം അതിൻ്റെ സ്പിൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് ആ സ്പിന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ
ഡിറ്റക്ടർ ബിയുടെ അരികിലുള്ള അതിൻ്റെ മുൻപിലുള്ള ഫിൽറ്ററിലേക്ക് കൊടുക്കുകയാണ്. കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് കാണിക്കുന്ന ഒരു സ്പിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ക്യൂബിറ്റ് കാണിക്കുന്നതെങ്കിൽ ആ സിഗ്നൽ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു. കൃത്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വരുന്ന ക്യൂബിറ്റിനെ കടത്തിവിടാം. അങ്ങനെ രണ്ടാമത്തെ ക്യൂബിറ്റ് അവിടേക്ക് പോകുമ്പോൾ ഫിൽറ്റർ കണക്ഷൻ സാധ്യമാക്കുന്നു. അത് ഡിറ്റക്ടർ ബിയിലേക്ക് പോവുകയാണ്. ഡിറ്റക്ടർ ബി കൃത്യമായിട്ട് അതിൻ്റെ ആക്യുറസി മെഷർ ചെയ്യുകയാണ്. അടുത്തതായിട്ട് വരുന്നത് ഈ ഡിറ്റക്ഷൻ, ഈ ആക്യുറസിയിൽ തെറ്റ് വരുത്തുന്ന ക്യൂബിറ്റ് ആണെങ്കിൽ ആ സമയത്ത് മാത്രം ഫിൽറ്റർ പ്രവർത്തനരഹിതമാകുന്നു. അപ്പോൾ ക്യൂബിറ്റുകളൊന്നും തന്നെ അവിടേക്ക് പോകുന്നില്ല. അങ്ങനെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം നമുക്ക് വാല്യൂസ് കിട്ടുന്നതാണ്. കൃത്യമായിട്ടുള്ള വാല്യൂസ് മാത്രം നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ മെഷർമെൻറ്റ് കുറേ കൂടി ആക്യുറേറ്റ് ആക്കാനായിട്ട് സാധ്യമാകുന്നതാണ്. അത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ വലിയൊരു സാധ്യത തന്നെയാണ് വയ്ക്കുന്നത്. നമുക്ക് അതിവേഗതയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൃത്യത എത്രമാത്രം ഉണ്ടെന്ന് ഉറപ്പ് വരുത്താനും സാധ്യമാകുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇവിടെ ടൈം ട്രാവലിംഗ് സാധ്യമാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശരിക്കും ഇവിടെ പാർട്ടിക്കിൾ ടൈം ട്രാവൽ ചെയ്യുന്നില്ല. പക്ഷേ ആ പാർട്ടിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പാർട്ടിക്കിളിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഡിറ്റക്ടർ ബി മനസ്സിലാക്കിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുൻപിലുള്ള സെലക്ടർ മനസ്സിലാക്കിയാണ്. കാരണം ആദ്യം പുറപ്പെട്ട ക്യൂബിറ്റ് അത് ഡിറ്റക്ടറിൽ എത്തിച്ചേരുന്ന സമയത്ത് ഈ രണ്ടാമത് പുറപ്പെട്ടിരിക്കുന്ന ആ ക്യൂബിറ്റിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഓൾറെഡി നിർവചിച്ച് കഴിഞ്ഞിരിക്കുന്നു. ക്വാണ്ടം ഫിസിക്സിലെ ഒരു തിയറിയാണ്. ഒരു സബാറ്റോമിക് പാർട്ടിക്കിളിനെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ നിർണ്ണയിക്കപ്പെടുക. ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ഞാൻ 1-2 വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു പൂച്ചയെ നമ്മൾ ഒരു ബോക്സിനകത്ത് വെക്കുക, അതിന് പുറമെ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മൾ ആ ഒരു ബോക്സിനുള്ളിൽ വെക്കുക. ആ ഒരു മെറ്റീരിയൽ അത് ഡീക്കേ ചെയ്യുന്നതനുസരിച്ച് ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വിഷവാതകം വെളിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡീക്കേ ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്, ചിലപ്പോൾ ഡീക്കേ ചെയ്ത് പോയില്ല എന്നും വരാം. ഡീക്കേ ചെയ്ത് പോവുകയാണെങ്കിൽ ആ പൂച്ച മരിച്ചിട്ടുണ്ടായിരിക്കും. ഡീക്കേ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ആ പൂച്ച അവിടെ ജീവനോടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? നമ്മൾ എപ്പോഴാണോ ആ പെട്ടി തുറന്ന് നോക്കുന്നത് ആ സമയത്ത് മാത്രമാണ് ഷ്രോഡിംഗറിൻ്റെ പൂച്ച മരിച്ചിട്ടുണ്ടോ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. മെഷർ ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ക്യൂബിറ്റ് ഡിറ്റക്ടർ ബിയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ഡിറ്റക്ടർ ബി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആ വരുന്ന ക്യൂബിറ്റ് ഏത് പ്രോപ്പർട്ടി ഉള്ള ക്യൂബിറ്റ് ആണെന്ന്. ഇത് CTC തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ CTC തിയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്തിരിക്കുകയല്ല, അത് ഇൻസ്പയർ ആയിട്ടാണ് അവർ ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി അത് വിജയകരമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റിസൾട്ടുകൾ ലഭ്യമായിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ പോലെ പാർട്ടിക്കിളിനെ ടൈം ട്രാവൽ ചെയ്യിപ്പിക്കാനായിട്ട് സാധ്യമായിട്ടില്ല. ടൈം ട്രാവൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സിലെ രണ്ടാമത്തെ നിയമം അത് തെറ്റാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. അത് തെറ്റാണെന്നല്ല, 100% ശരിയാണെന്നാണ് ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ തിയറികളിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. തെർമോഡൈനാമിക്സ് നിയമം 2ാം ലോ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തിരുത്തലുകൾ എപ്പോഴും ശാസ്ത്രമേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഈ 2ാം നിയമം കൃത്യമായിട്ട് തന്നെ ആയിരിക്കും, പക്ഷേ നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമായിരിക്കാം നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. എന്തായാലും ഗവേഷകർ ശരിക്കും അത്തരത്തിലുള്ള ഒരു ടൈം ട്രാവലിംഗ് നടത്തി എന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനൊരു ടൈം ട്രാവലിംഗ് സാധ്യമായിട്ട് വേണം പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. പണ്ട് ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യണം. പണ്ട് ചെയ്തു പോയിട്ടുള്ള പല അബദ്ധങ്ങളും ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലേക്ക് പോയി അത് തിരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.